ദേവസ്വം കമ്മീഷണറുടെ ഡയറി കുറിപ്പുകൾ ഇനി സംസ്ഥാന പുരാവസ്തുരേഖ. സാഹിത്യകാരൻ NS മാധവന്റെ കൈവശമുള്ള M രാജരാജവർമ്മയുടെ സ്വകാര്യ രേഖാശേഖരമാണ് ആർക്കൈവ്സ് വകുപ്പിന് കൈമാറിയത്. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ NS മാധവനിൽ നിന്ന് രേഖകൾ ഏറ്റുവാങ്ങി. NS മാധവന്റെ കൈവശമുള്ള മുൻ തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറായിരുന്ന M രാജരാജവർമ്മയുടെ സ്വകാര്യ രേഖാശേഖരം ആർക്കൈവ്സ് വകുപ്പിന് കൈമാറി. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് അദ്ദേഹത്തിൽ നിന്നും രേഖകൾ ഏറ്റുവാങ്ങിയത്. ഈ ഡയറികൾ അദ്ദേഹത്തിൻ്റെ മകളുടെ അടുത്തും മകൾക്ക് ശേഷം ഗ്രാൻഡ് ഡോട്ടറിൻ്റെ അടുത്തും അതിനുശേഷം ഗ്രാൻഡ് സണ്ണിൻ്റെ അടുത്ത് എത്തി. ഗ്രാൻഡ് സൺ ഡൽഹിയിലെ പ്രസിദ്ധനായ ആർക്കിടെക്ട് ശ്രീ AG കൃഷ്ണമേനോനാണ്. അദ്ദേഹം ഞാനുമായിട്ട് ബന്ധപ്പെടുകയും ഈ ഡയറികൾ പൊതുജനത്തിന് ഉപകാരപ്രദമായ രീതിയിൽ വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ചു. അന്നത്തെ കാലത്തെ പല വിവരങ്ങളും ഈ ശേഖരത്തിൽ നിന്ന് ലഭിക്കുമെന്ന് ആർക്കൈവ്സ് ഡയറക്ടർ ബിജു. ഔദ്യോഗിക രേഖകൾക്കകത്ത് ഇദ്ദേഹം അനുഭവിച്ചിട്ടുള്ള വളരെ വ്യക്തിപരമായ കാര്യങ്ങളും അല്ലെങ്കിൽ ആ തീരുമാനം എങ്ങനെയാണ് എടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ തീരുമാനം എടുത്തത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള സ്വകാര്യമായ വിവരങ്ങൾ കൂടി നമുക്ക് ചരിത്രത്തിൽ ലഭ്യമാകുന്ന അപൂർവമായ ഒരു ചരിത്രരേഖയായത് മാറാനുള്ള സാധ്യതയുണ്ട്. ചരിത്രം നിലനിൽക്കുമോ, ചരിത്ര നായകന്മാർ നിലനിൽക്കുമോ എന്ന് സംശയിക്കുന്ന കാലഘട്ടമാണിതെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. ചരിത്രമാണ്. ചരിത്രം സൃഷ്ടിച്ച ശക്തികളും അതിൻ്റെ ഭാഗമാണ്. NS മാധവനെ പോലുള്ള മഹാവ്യക്തിത്വങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾ ശക്തമായിരുന്ന കാലത്ത് M രാജരാജവർമ്മ സ്വന്തം കൈപ്പടയിൽ എഴുതിയ 9 ഡയറികളാണ് ഇപ്പോൾ പുരാവസ്തു വകുപ്പിന് NS മാധവൻ കൈമാറിയത്. റിപ്പോർട്ടർ, കൊച്ചി.